അപ്പോൾ കണ്ണടച്ചും കുറച്ച് നേരം ഞാൻ ധ്യാനമൊക്കെ അന്നറിയാവുന്ന കാരണം കൊണ്ട് കുറച്ച് ധ്യാനിച്ചൊക്കെ നോക്കും. അത് പ്രയോജനം ചെയ്തു തരാം. ഞാൻ വെള്ളം നോക്കുമ്പോൾ വെള്ളമില്ല, നോക്കുമ്പോൾ എണ്ണയാവുള്ളത്. അയാളൊരു വള്ളി എടുക്കും, ഇങ്ങനെ ഇടും. ഒരു വള്ളിയാണ് ഇങ്ങനെ ഇടും. അയാൾ പറഞ്ഞാൽ ക്യാമറ നോക്കിയാൽ ബെൽറ്റാണെന്ന് കാണുന്നത്. ഇത് ഇതുപോലെ ആയിരുന്നു നമ്മളെപ്പോലുള്ള മനുഷ്യർ ലോകത്തുള്ളെന്നുള്ള കാര്യം ഇതുപോലെ അറിയണം. അതിന് ഞാൻ ശരിക്കും പറഞ്ഞ മനുഷ്യരിലൊരു പ്രതീക്ഷ ഉണ്ടായ ഒരു കാലമുണ്ട്. നമ്മുടെ നാട് ഇപ്പം ഇയാൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട് ഭയങ്കര കുഴപ്പമാണെന്ന് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അതിലൊരു പ്രതീക്ഷയും നമുക്കില്ലാതായി പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ 10-30 വർഷം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാറിന് നിരാശത ബാധിച്ച് ആത്മഹത്യ ചെയ്യണമല്ലോ. അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളൊരു അത്ഭുതകരമായി മാത്രം കണ്ടാൽ മതി. പക്ഷേ അങ്ങനല്ല. ഞാനിത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ തേംസ് നദി, ഇന്ന് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ അതിനകത്ത് നീന്തി കുളിക്കാം. പക്ഷെ തേംസ് നദിയുടെ വാക്കകത്തെ ഗാർബേജ്, ഈ കിടക്കുന്ന മാലിന്യം കിടക്കുന്നതിൻ്റെ നാറ്റം കൊണ്ട് അവിടുത്തെ പാർലമെന്റ് അടച്ചിട്ടുണ്ട്. ഇത് 100 വർഷം മുമ്പാണ്. അതെ ചെയ്യാൻ പറ്റും. അപ്പം 100 വർഷം മുമ്പ് കേരളമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് അങ്ങനെ മാറാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് മാറാൻ സാധ്യത. ഇത് ഒരു പ്രതീക്ഷയായിരുന്നു. അത് കേട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അത് ശരിയാ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാറും. സമഗ്രമായ മാറ്റം. ഇപ്പോൾ നമ്മൾ സീവേജ് സിസ്റ്റം, ടോയ്ലറ്റിൻ്റെ അത് നമ്മൾ ഇതുവരെ കണക്ട് ചെയ്യുകയോ എല്ലാം കൂടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോകണം, പിന്നെ അത് റെസിഡ്യൂസ് ഉണ്ട്, അത് ഡംപ് ചെയ്യണം, അങ്ങനെയൊക്കെ ചില വലിയൊരു ലോങ് പ്രോസസ്സാണ്. അല്ല നമുക്ക് പ്രത്യേകം അറിവ് നിങ്ങൾക്ക് ആ സംഭവം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. അല്ല എനിക്കറിയാതെ ഗ്രൗണ്ട് വാട്ടർ മോശം അറിയാതല്ല ഞാൻ പറയുന്നത്. ഞാനീ പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഇത് കടന്നു വരണമെങ്കിൽ അതിന് ആ സിസ്റ്റം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ തരത്തിലെ ആളുകളെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചാലേ അത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇനി എത്ര പഠിച്ചാലും, നമ്മളൊരു 20 വയസ്സ് കഴിഞ്ഞിട്ട് പുറത്ത് തുപ്പി ശീലിച്ച ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ ആരും കാണാതെ തുപ്പും എന്നുള്ളതേ കൺട്രോൾ ചെയ്യാൻ പാടാ, നടക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരും കാണുന്നില്ല, അപ്പം തുപ്പും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരും കണ്ടില്ല, അവിടെ മൂത്രം ഒഴിക്കും. പിന്നെ സിംഗപ്പൂരെ കൂടെ എല്ലായിടത്തും ക്യാമറ വെച്ച് അത് അങ്ങനെയാണ് പിന്നെ ഇത് പരിഹാരം. അത് ഞാൻ നമ്മളെ പോലുള്ള ആൾക്കാർ എത്തുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ക്യാമറ വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചീവിംഗം നിരോധിച്ചത് പ്രശ്നമാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ തുപ്പലുകാർ, എറിയലുകാർ, എവിടെയും മൂത്രം ഒഴിക്കുന്നത് ചെന്ന് കഴിഞ്ഞാൽ ഈ ശീലം കൊണ്ട്. ഞാനിത് ഗൾഫിൽ നിന്ന് ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ട് വേണം ഒന്ന് സ്വാതന്ത്ര്യത്തോടെ മൂത്രം ഒഴിക്കാനും എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ഇത് മൂത്രം മുട്ടിയിരിക്കുക നടക്കില്ല. കാരണം പുറത്തിറങ്ങി അവന്മാർ വെടിവെച്ച് കളയും, എൻ്റെ കിണുങ്ങാമണി എല്ലാം പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ അത് ചെയ്യത്തില്ല. എന്നിട്ട് ഇവിടെ വന്നാൽ നല്ല കാറിനകത്തിരുന്നിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് കാണുന്ന എല്ലാ മരത്തേലും ഈ പൂച്ചയും പട്ടിയും ഇതൊക്കെ മൂത്രം ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഫെസിലിറ്റീസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഫെസിലിറ്റി പ്രശ്നമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതേ മൂത്രം ഒഴിക്കുന്ന അതേ സ്പിരിറ്റിൽ മല വിസർജനം ചെയ്യുന്നില്ലല്ലോ, നടക്കത്തില്ല. അതെന്താ ചെയ്യാത്ത? ശരിയാണ്. അപ്പൊ അത് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ പറയുന്നില്ല, നമ്മൾ ആ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിനകത്ത് 90% വീടുകളിനകത്ത് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നു. ഇനി അതുപോട്ടെ, എല്ലാ ഹോട്ടലുകളിനകത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വൃത്തിയാക്കി വെക്കണമെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിച്ചാൽ അത് വൃത്തിയാക്കേണ്ടതുണ്ട്. പുറത്തൊക്കെ പക്ഷേ നമ്മൾ ഈ ഹൈവേയിലൊക്കെ കൂടെ പോകുമ്പോൾ, ഞാൻ ചൈനയിലൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊരു ഹാഫ് ആൻ അവർ കൂടുമ്പോൾ നമുക്കൊരു ഏരിയയിലേക്ക് നമുക്ക് ടേൺ ചെയ്യാം. അവിടെ നമുക്ക് റിഫ്രഷ്മെന്റ്, ബിസിനസ് ഇതും കൂടിയാണ് ഈ തട്ടുകട പോലെ ഉണ്ടാക്കിയിടുക. അത് ഞാൻ പറയുന്നത് എല്ലാ പെട്രോൾ ബങ്കിലും ഇതിപ്പോ ഇവിടെ ഉണ്ടായി നിയമപരമായി തന്നെ വന്നില്ല. ഇടയ്ക്ക് ഒരു കേസ് അത് മുഴുവൻ വന്നല്ലോ. അല്ല, കൂട്ടി വയ്ക്കുന്നത് എന്തുകൊണ്ടാ? വൃത്തിയാക്കത്തില്ല എന്നുള്ളതാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളിത് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ആളിന് കയറുമ്പോൾ അത് വൃത്തിയായിട്ടിരിക്കേണ്ടതുണ്ട്. ആ പണി നമ്മുടേതാണ് എന്നറിയേണ്ടതുണ്ട്. ഇതില്ല, അതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം പോയവൻ അത് വൃത്തികേടാക്കി അവിടെ ഇടും. അടുത്തവൻ അവിടെ ചെന്ന് ഇങ്ങനെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേന് അതിൻ്റെ വാതിക്കൽ അടുത്ത അവൻ്റെ കാര്യം സാധിക്കും. മറ്റവൻ വാതിലിൽ തന്നെ സാധിച്ചിരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് സാധിക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഈ ഏറ്റവും പുതിയതായിട്ട് കെട്ടി വെച്ചിരിക്കുന്ന ഈ കക്കൂസിൻ്റെ ചുറ്റിനും കയറാനേ പറ്റത്തില്ല, ആ വാതിലിലോട്ട് പോകാനൊക്കത്തില്ല. എല്ലാവരും വൃത്തിക്കാരൻ മാറി മാറി തൂറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വൃത്തിയുടെ ഏറ്റവും വലിയ. ബോംബെയിൽ ഈ ചാല് സിസ്റ്റം അന്തേരി ഈസ്റ്റിൽ ഞാൻ കുറച്ചുനാൾ താമസിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം അവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് 1-2 ടോയ്ലറ്റേ ഉള്ളൂ, ആയിരക്കണക്കിന് ആൾക്കാർ. നമ്മൾ 4 മണിക്കൊക്കെ പോയ പ്രശ്നമില്ല, ഒരു 5-6 മണി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്.
പിന്നെ കാത്തു നിന്ന് ക്ഷമയില്ലാത്തൊരു സൈഡിൽ തന്നെ അല്ല സാധിക്കും. അതിനകത്തൊക്കെ നമ്മൾ ഈ മനസ്സിലാക്കണം. ഞാനിത് റെയിൽവേ ട്രാക്കിൽ ബോംബെ ഞാനിത് അത് റെയിൽവേ ട്രാക്ക് നമ്മൾ പബ്ലിക്കായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. വല്ലവനും ചീത്ത പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്താണ് അവിടെ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ റെയിൽവേ ടോയ്ലറ്റ് തന്നെ താഴത്തേക്ക് പോവാണല്ലോ, അത് കളക്ട് അത് അങ്ങനെയായിരുന്നല്ലോ ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്കിതൊന്നും തോന്നത്തില്ല. ഇല്ല. മദ്രാസിലൊക്കെ വന്ന് രാവിലെ എണീറ്റിട്ട് പുറത്തോട്ട് ഇങ്ങനെ നോക്കിയാൽ എത്ര ഇനം ചന്തിയുണ്ട് എന്നായിരുന്നു. ഇങ്ങനെ നിരന്ന ഒരറ്റം തൊട്ടേ മറ്റേ അറ്റം വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് വേണം, ഏത് ചന്തി തിരഞ്ഞെടുക്കണം എന്നൊക്കെ വരെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നിലവാരത്തിലായിരുന്നു ഇരുന്നിരുന്നത്. അതൊക്കെ ആ ലെവലൊക്കെ കഴിഞ്ഞിട്ട് അല്ല ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചന്തി കിട്ടും. അത്രയും വരെ നമ്മൾ വന്നിട്ട് അത്ര ഭാഗ്യവാനല്ലേ ഇപ്പോൾ. ഇപ്പൊ അത്ര ഭാഗ്യമില്ല, തെരഞ്ഞെടുപ്പിന് സാധ്യത കുറവാണ്. ഞാനൊരു ഗ്രാമത്തിലെ ജനിച്ചത്, അവിടേക്ക് ഇത് വലിയ കോമൺ ആയിട്ടുള്ള വലിയൊരു ഇഷ്യൂ അല്ലായിരുന്നു. അത് ഞാൻ അനുഭവിച്ച ഒരു സാധനമുണ്ട്. അത് ഇങ്ങനെ പറയുമ്പോഴേ പറയുന്നത്, ഞാൻ അന്ന് ഞാൻ ഗുരുകുലത്തിൽ ഇരിക്കുന്ന കാലത്ത് ഒരു പ്രസ് മേടിക്കണം, മധുരയിൽ പോയി. അപ്പോൾ മധുരയിൽ ചെന്ന് ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ ഒരു വലിയ പ്രസ്സാണ് അത്. അപ്പോൾ അവർ പഴയതായി അത് അവർ വേക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് വില കുറഞ്ഞ് കിട്ടും, നമുക്ക് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് അതൊന്ന് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് മേടിക്കാൻ പോയതാണ്. ഞാൻ എൻ്റെ സീനിയറായിട്ടുള്ള സ്വാമിയും കൂടെ പോയത്. ഞങ്ങൾ രാത്രി അവിടെ താമസിച്ച് നേരം വെളുത്തപ്പോൾ അവർ പറഞ്ഞ് നദിയുണ്ട്, നമുക്ക് കുളിക്കാൻ പോകാമെന്ന്. ഓ, നദിയുണ്ടെന്ന് കേട്ടോടെ നമ്മൾ ഭയങ്കര സന്തോഷമായി. ഒത്തിരി നാളായി നീന്തിയിട്ടെന്നൊക്കെ. അപ്പോൾ അപ്പം കക്കൂസി പോകുന്ന കാര്യത്തിനകത്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ ഇനി കക്കൂസിൽ പൊക്കുമെന്ന്. അപ്പോൾ എവിടെ പോകാനാ? അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പം മനുഷ്യരെല്ലാടും ഇരിക്കുകയാണ്. ഒരാളിരിക്കുമ്പം മറ്റേ തിരിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമേ അവരുടെ പ്രശ്നമുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇത്രയും നീളത്തിൽ ഒരു കുറ്റിച്ചെടിയൊക്കെ കാണും. അതാണ് നമ്മുടെ പരമാവധി മറവ്. അപ്പം അത് എങ്ങനെ അതൊരു മറവാണെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞങ്ങിരിക്കണം. ഇങ്ങനെയാണ്. അല്ലാതെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കമ്മിറ്റി കൂടാ. മനസ്സിലായി, എനിക്കറിയാം. ആ പരുവത്തിലാണ്. അപ്പം ഞാനിങ്ങനെ കണ്ണങ്ങടച്ച്, അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടാലാണല്ലോ പ്രശ്നം. കണ്ണങ്ങടച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾക്ക് ഈ അപ്പുറത്തിപ്പുറത്തും ആളുണ്ടെന്ന ഓർത്തോട്ട് ഈ സാധനം പിന്നെ വരത്തില്ല. രണ്ടും വരത്തില്ല. കണ്ണടച്ചും കുറച്ച് നേരം ഞാൻ ധ്യാനമൊക്കെ അന്നറിയാവുന്ന കാരണം കൊണ്ട് കുറച്ച് ധ്യാനിച്ചൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണ്ട് പുറയുന്ന തൊടുന്നു. ഇതാരടാ? അപ്പൊ നീ ഒരു പന്നി നോക്കി ഇത് കുറെ നേരമായിട്ട് ഈ പണിയെടുക്കാനിരുന്നിട്ട് ഇവനെന്താ ഇത് ചെയ്യാത്തത്? അത് മൂക്കുകൊണ്ട് ഒരു തോണ്ട്. ഇയാൾ ഈ പണിയെടുക്കുന്നില്ലേ, കുറെ നേരമായി അത് കാത്തു നിന്ന് ബോറടിച്ചു. അതാണ് സംഭവിച്ചത്. ഞാനുണ്ടോ അറിയാം, ഈ പിന്നെ അത് എനിക്ക് തോന്നുന്നു ആ ദിവസമേ നിലം വന്നില്ല. അതങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങ് അകത്ത് കയറി ആത്മാവ് ധ്യാനിച്ചോണ്ടിരിക്കും. പോണ്ടിച്ചേരി ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ മദ്രാസിൽ പോകാൻ വേണ്ടി പോണ്ടിച്ചേരി അർജന്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഹോട്ടലൊക്കെ പോയിട്ട് ഇവിടുത്തെ കൂട്ട് കോപ്പറേറ്റീവ് അല്ല, അവരെ കൂടെ സമ്മതിക്കുന്നില്ല. പിന്നെ അവൻ പറഞ്ഞിട്ട് എന്തിനാ വിഷമിക്കണം, നമുക്ക് ഇവിടെ അല്ലേ സ്ഥലമുള്ളത്, നമ്മൾ ഇവനോട് കൊണ്ട് ചെന്ന് ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അവിടെ പോയിരുന്നോ. അപ്പോൾ കുറച്ച് കഴിയുമ്പം സ്കോർപ്പിയോയിലും ബുള്ളറ്റിലും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പരിപാടി, അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉള്ളൊരു. അല്ല, അതാണ് ഞാൻ ഈ പറഞ്ഞ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് കുളിക്കാൻ ചെന്നപ്പോൾ നദിയുണ്ട്, സാധാരണ വലിയ നദിയാണ്. വെള്ളം കാണുന്നില്ല. ഞാൻ വെള്ളം നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പം നോക്കുമ്പോൾ എണ്ണയാണ് ഉള്ളത്. ഒരു ലെയർ എണ്ണയാണ് ഈ വെള്ളത്തിന് മുകളിൽ. നമ്മളിങ്ങനെ അടിച്ചാൽ ഉടനെ ഈ എണ്ണ ഇങ്ങനെ നീങ്ങിച്ച് ഒരു ഇച്ചിരി നേരം അവിടെ വേണം ഇറങ്ങാൻ. എണ്ണയാണ്. കാരണം ഈ മുഴുവൻ പേരും രാവിലെ തൊട്ട് ദേഹം മുഴുവൻ എണ്ണ തേച്ച് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ വെളിയിൽ നിന്ന് ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൂടെ ഈ വരും സോപ്പ് സകല സാധനമുണ്ട്, ഇത് മേളിലുണ്ട്. അത് അടിച്ച് മാറ്റണം, നേരെ വെള്ളം കണ്ടുപിടിക്കാനല്ലോ. റീസെന്റ് ഇപ്പൊ യു കെയിൽ ഇതുപോലെ ഒരു ഇന്ത്യൻ ഫാമിലി പോയിട്ട് കുളത്തിലെങ്ങാണ്ട് പറയുന്നത് വളരെ സ്വാഭാവികമല്ലേ. അവർ ഇതെല്ലാം ഓർഗാനിക് സാധനമാണെന്നാണല്ലോ അങ്ങനെ ഒരു പ്രശ്നം. അത് ഓർഗാനിക് ആയത് കാരണം കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ മേളിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ലാതായി പോയിട്ട് വെള്ളം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യണം, അന്നേരം കാണാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ ശ്വാസം പിടിച്ചു, എന്നിട്ടാണ് മുങ്ങിയത്. എന്തിനാണോ ചെയ്തതെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. അതിനകത്ത് കുളിച്ചിട്ട് ചത്തുപോകത്തേ ഉള്ളൂ. ഒരു യുക്തിയില്ല. അപ്പം ഞാൻ ഈ പറയുന്നത്
ആ എണ്ണ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ ഈ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയധികം മനുഷ്യർ ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം പഠിപ്പിച്ചേ പറ്റൂ. വെള്ളം കോരി മേളിൽ വെച്ചിട്ട് കുളിക്കാനേ പറ്റത്തുള്ളൂ, അത്രയും മനുഷ്യർ ഉപയോഗിക്കുകയാണെങ്കിൽ നദി. അതെ, ശരിയാണ്. മുങ്ങി കുളിക്കാനൊക്കത്തില്ല. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങിയിട്ട് ഈ കഴിഞ്ഞിട്ട് വായിൽ വെള്ളം കൊണ്ടിട്ട് കുലുകുലൂല് കഴിഞ്ഞിട്ട് ദൂരോട്ടിട്ട് ഒറ്റ തുപ്പ. അപ്പോൾ അപ്പുറത്തവൻ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തലയിലോട്ടാണ് തുപ്പുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പുന്നതാണ് നമ്മുടെ കുളി. അല്ല, നമ്മളിങ്ങനെ വെറുതെ നോക്കിയാൽ മതി. നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ രാവിലെ എണീറ്റ് ഇങ്ങനെ ചെയ്യാൻ. ഇപ്പം ഈ എന്താണ് ഭാരതപ്പുഴയിലൊക്കെ ഈ കുളിയാ മേൽവശത്തുനിന്ന് ഇങ്ങനെ തൂക്കും, ഇങ്ങനെ വഹിക്കും. ആ വഹിക്കുന്ന പറഞ്ഞാൽ മറ്റവൻ്റെ മലവും ഇവൻ്റെ തുപ്പലും ഇതൊക്കെയാണ് ഈ വഹിക്കുന്നത്. എന്നിട്ടാണ് ഈ മുങ്ങുന്നത്. ഭയങ്കര ശുദ്ധമായ വെള്ളത്തിലാണ് കുളിക്കുന്നതെന്നാണ്. ആലോചിക്കാൻ പറ്റത്തില്ല. വെള്ളമില്ലാതായി പോയത് നമ്മളെല്ലാവരും കൂടെ. ഞാൻ പറയുന്നത് ഈ നദി ഉപയോഗിക്കാനൊക്കെ ഇതുപോലെ പഠിപ്പിക്കേണ്ടതാണ്. ചുമ്മാ പറമ്പിൽ വെറുതെ ഇങ്ങനെ ഒരു തമാശയ്ക്ക് ഒരു പാത്രം എടുത്തിട്ട് പ്ലാസ്റ്റിക് എന്തിനോട്ട് പെറുക്കിയെടുത്ത് ഡിസ്പോസ് ചെയ്യാം വിചാരിച്ചിട്ട് പെറുക്കിയതിനോട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് പറമ്പിൽ തന്നെ നമ്മുടെ ചെറിയൊരു ഏരിയ ആണ്, അവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു എന്താണ് ശരിക്കും ഇത്, എങ്ങോട്ട് നമ്മൾ അത് ഇപ്പോൾ വർഷങ്ങളായിട്ട് പലരുമായിട്ട് വാടകയ്ക്കൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ താമസം നമ്മൾ ഈ പറയുന്ന ഈ നമ്മൾ ഇട്ടതും ഉണ്ടാവും. പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഈ പൊല്യൂഷന്റെ ആ ഒരു ഇന്റൻസിറ്റി ഗ്രാമീണരായ ആൾക്കാർക്ക് പഠിപ്പിക്കാതിരുന്നത് വഴി ഉണ്ടായതാണ്. പ്ലാസ്റ്റിക് പ്രശ്നമായിട്ട് പ്ലാസ്റ്റിക് എറിയുന്നതാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഡിസ്പോസ് ചെയ്യാനുള്ള എന്നിട്ട് കാണിക്കുന്ന ചില കോമഡിയിലാണ് പ്ലാസ്റ്റിക് നിരോധനം. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈയിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ചേട്ടാ സഞ്ചി വേണോ കൊണ്ടുപോകണേ, ഞാൻ പറഞ്ഞു കാറൂടെ സാധനം കൊണ്ടുപോകണേ, ചെറിയ സാധനങ്ങൾ ഇതെങ്ങനെയാണ് എടുത്തോണ്ട് പോകും. അപ്പോൾ അവൻ പറഞ്ഞാൽ പിന്നെ സഞ്ചിയുടെ പൈസ കൊടുക്കുന്നത് പ്ലാസ്റ്റിക് തരാൻ പറ്റത്തില്ല. അത് അവിടെ ഒരു വേറൊരു ബിസിനസ്. അങ്ങനെ മാത്രമാണ്. അപ്പം നമ്മളിതൊക്കെ മനസ്സിലാക്കാനുള്ളത് ഈ മേഖലയ്ക്കകത്ത് നമ്മൾ ഈ ഗ്രാമീണ സ്വഭാവത്തിൻ്റെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന റോഡും ഈ പറയുന്ന വേസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നതും അതിൻ്റെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന പഠിക്കാതിരിക്കുന്നത്. ആ മേഖലയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ഈ ക്ലാസ് റൂമിനകത്തൂടെ തന്നെ ലഭിച്ചേ പറ്റൂ. വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അത് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറവാണ്. അതുകൊണ്ട് ക്ലാസ് റൂമിനകത്ത് ട്രെയിനിങ് കൊടുത്ത് ആൾക്കാർ പഠിപ്പിച്ച് ക്യാപ്റ്റീവ് ഓഡിയൻസിനെ പഠിപ്പിച്ച് കുട്ടിക്കാലത്ത് തൊട്ട് പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന് സമൂഹത്തിനെ രൂപപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന റോഡ് ഉപയോഗിക്കുന്നവരായിട്ട് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്നത് പുതിയ റോഡ് വന്നാലും നമ്മൾ അത് ഉപയോഗിക്കാൻ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പഴയതുപോലെ പല ലൈൻസും ആൾക്കാർക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. എങ്ങനെ മനസ്സിലാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ എത്ര വരകൾ വരച്ചു വയ്ക്കും. വെള്ള വര, മഞ്ഞ വര പകുതി വിട്ടു ഒക്കെ. ഇത് എന്താണെന്ന് ആരോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എക്സ്പ്രസ് ഹൈവേ വരും വേറൊരു സംഭവം ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് ബൈക്ക് അത് ഇതൊക്കെ നിരോധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ സൂപ്പർ ബൈക്കുള്ള 650 മേൽ CC ഉള്ള ബൈക്കുകൾ, ഇപ്പോൾ കാറിനോളം തന്നെ 0 to 100 3 സെക്കൻഡ് 4 സെക്കൻഡ് അങ്ങനെയൊക്കെയുള്ള ബൈക്കുകൾ അതിനെ വിട്ടുകൂടാന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുറച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിരോധിക്കുമ്പോഴും ഇതൊരു ബ്ലാങ്കറ്റ് നിരോധനമാണ്. അതെ, പക്ഷെ അതിനകത്ത് ഒരു ഫിൽറ്റർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കതിരുകളിൽ വളം വയ്ക്കുന്നതാണ് വിദ്യാഭ്യാസമായിട്ട്. ഒരു ഫിൽറ്ററിംഗ് പോലും അതിനകത്തില്ല. നമുക്കിങ്ങനെ ആളുകളെ ശിക്ഷിച്ച് ഫൈൻ അടച്ച് പഠിപ്പിക്കാനാണ് നോക്കുന്നത്. അല്ലാതെ അവിടെയാണ് ഞാൻ ഈ പറയുന്നത്. എവിടെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് അവിടെ ഒഴിവാക്കിയെല്ലാം ചെയ്യും. ശീലമില്ലാത്ത ആൾക്കാരെ കൊണ്ട് അനുസരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ. സ്വന്തമായി എന്തിനിത് ചെയ്യുന്നു എന്ന് ഒരിക്കലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ അനുസരിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അത് പിന്നെ ഫൈൻ അടിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന് വരുമാന മാർഗമായിട്ട് കാണുന്ന കാരണം അതങ്ങനെ അങ്ങ് പോകും. അല്ല, ഇപ്പോൾ റോഡ് സേഫ്റ്റി നമ്മൾ പറഞ്ഞു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു യൂറോപ്യൻ കൺട്രിയുടെ റോഡ് സേഫ്റ്റി നിയമങ്ങൾ എടുത്ത് നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും റോഡെല്ലാം കാലിയാവും. കാരണം മിക്കവാറും നമ്മുടെ 90% വെഹിക്കിളും അത് മീറ്റ് ചെയ്യുന്നതല്ല. ഇപ്പം NCAP ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഓട്ടോറിക്ഷ നമ്മുടെ പല ബൈക്കുകൾ ABS ഇല്ല, ട്രാക്ഷൻ അങ്ങനെ അതൊന്നും ഇവിടെ എടുക്കാനേ അവർക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാനും മറ്റുമുണ്ട്. അവരതൊരു പ്ലഷർ ഡ്രൈവിംഗ് ആണ് അവിടെയൊക്കെ ബൈക്കിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും വാഹനം നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിന് ഓട്ടോറിക്ഷയ്ക്ക് ഇത്ര ചെയ്യും 10 വർഷം 15 വർഷം കഴിയുമ്പോൾ നമുക്കിത് മാറ്റണം. അങ്ങനെ ഒരു കാലം വെച്ചിട്ട് ഒരു ടൈം വെച്ചിട്ട് ഒരു പ്ലാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നില്ല. ആ ഡിസ്കഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇന്റലിജന്റ് ആയിട്ട് ഈ വിഷയങ്ങളെ മനസ്സിലാക്കിയ ആൾക്കാരുടെ മുന്നിലാണ് നമ്മൾ ഈ ശിക്ഷ കൊണ്ട് പരിഹരിക്കുന്നത്. പെട്ടെന്ന് പറ്റില്ല, കാരണം ബിക്കോസ് ഒരുപാട് പേരുടെ ജീവനോപാധി നമ്മൾ മനസ്സിലാക്കാനുള്ള ശിക്ഷ കൊണ്ട് പരിഹരിക്കുന്ന എത്ര പേരാണ്. നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാതിരിക്കുന്നത് പോലീസിനെ പേടിച്ചിട്ടല്ല. നമ്മൾ കൊല്ലണ്ടെന്ന് തീരുമാനിക്കുന്നതുകൊണ്ടാണ്. കൊന്നുപോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്ന നേരത്തെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു 10 തൊട്ട് 15% ആൾക്കാരാണ് ലോകത്ത്. അവർക്കാണ് നിയമം ഉള്ളത്.
അവരെ അനുസരിപ്പിക്കുന്നതിനാണ് ക്യാമറ വെക്കുന്നത്. ഇത് നമ്മൾ 85% ആൾക്കാരും ഈ ക്യാമറ കണ്ട് പേടിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ വിദ്യാഭ്യാസമാണ് കിട്ടാത്തത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ അവിടെ തിരുവനന്തപുരത്ത് ചെന്ന സമയത്ത് ഞാൻ അയാളുടെ കാറിനകത്ത് കയറിയിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് നമുക്ക് നല്ല ചായ നല്ല വട കിട്ടുന്ന ഒരു കടയുണ്ട്, എല്ലാം അവർ ഓർഗാനിക്കായിട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അത് വെച്ചുണ്ടാക്കുന്നതാണ്, അവിടെ പോയി കുടിക്കുക. അപ്പോൾ നമ്മൾ ഒരു 5-6 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇയാൾ. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടു. അത് ഞാൻ അയാൾ നോക്കുമ്പോൾ അയാളൊരു വള്ളി എടുത്ത് ഇങ്ങനെ ഇടുന്നു. ഒരു വള്ളിയാണ് അത്, ഇങ്ങനെ ഇടുക. അയാൾ പറഞ്ഞത് ക്യാമറ നോക്കിയാൽ ബെൽറ്റാണെന്ന് കാണും. അതിന് അത് ഓൺലൈനെ കൊണ്ടുവരുന്ന നിരോധിച്ചു. അതുപോലെ ഇത് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു പോയി. കാരണം അയാള് ഓർഗാനിക് സാധനം തിന്നാനായി പോകുന്നത്. കുറെ നാൾ കഴിഞ്ഞിട്ട് അനാരോഗ്യകരമായ വണ്ടിയിട്ട് ചാകുന്നതിനാണ് ഇത്. ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്. അതെ അതെ ശരിയാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ വള്ളിയെങ്കിലും ഇടുന്നുണ്ട്, ചിലര് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഡിസൈൻ വരച്ചിട്ടുള്ള ടീഷർട്ടാണ് ഇടുന്നത്. ഇങ്ങനെയാണ് സൊല്യൂഷൻസ്. ഈ ക്യാമറ വെച്ച് പിടിക്കാനിരിക്കുന്നവര് വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. ടീഷർട്ട് ഇടാം, ഇങ്ങനെയാണ് പരിഹരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശീലമില്ലാത്ത ആൾക്കാരെ നമ്മൾ നിരോധനം കൊണ്ടും ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കള്ളന്മാരായി മാറുകയേ ഉള്ളൂ. റോഡിൽ കൂടെ തന്നെ ഇപ്പം കാറിൽ ഡാഷ് ക്യാം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ ഭാഗ്യം നമ്മളിവിടെ എത്തിയല്ലോ. കാരണം ഒരു ബാർ സോണിൽ പോകുന്ന നമ്മൾ എന്നിട്ട് ആൾക്കാർ പറയും ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് നമ്മളെ പോലുള്ള രാജ്യത്താണെന്ന് പറയും. അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ പറയും. കാരണം ഇത്രയധികം വണ്ടിക്കിടയിൽ കൂടി ഇങ്ങനെ ഓടിക്കാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കാണ് ഇതുപോലെ പറഞ്ഞിട്ടാണ് ഈ 6000 പേര് കഴിഞ്ഞ വർഷം മരിച്ചത്. 40,000 ആക്സിഡന്റ് ഉണ്ടായി. ഇതിനകത്ത് ഈ കാല് പോയവനും കൈ പോയവനും മെയിമിങ് എന്ന് പറഞ്ഞു നമ്മുടെ ഈ വൈകല്യം നമുക്ക് വയ്യാതായി കിടക്കുന്ന ആൾക്കാരില്ല. ലോകത്ത് എന്തെങ്കിലും നിരോധിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മോട്ടോർ സൈക്കിളും കാറുമാണ്. അല്ല അത് തന്നെ കൊലപാതകത്തിനും ചാകുന്നതിനും പറ്റും. അത് തന്നെ മൈത്രേന ഒരു വണ്ടിയുടെ മേക്ക് മോഡൽ ഇയർ വെച്ചിട്ടൊരു ഡാറ്റ ഇല്ല. അങ്ങനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ചിലപ്പം ഈ 2018 ഇറങ്ങിയ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഏതെങ്കിലും പർട്ടിക്കുലർ മോഡലിന് ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ പുറത്തെവിടെയെങ്കിലും ഒക്കെ കേസ് വരുമ്പോൾ ഇവർ തിരിച്ചു വിളിച്ചിട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഇന്റർനാഷണൽ അല്ല, അത് ഇന്റർനാഷണൽ നിയമങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ പരിചയവും നമ്മുടെ അറിവും ഇല്ലാതിരിക്കുന്നത്, ഒരു ഡേറ്റയേ ഇല്ലാതിരിക്കുന്ന ഗുണം ഇതാണ്. കാരണം നമുക്ക് അറിയാൻ പറ്റും ഈ വണ്ടിയിൽ പ്രശ്നമുണ്ട്. ആ ഏരിയകളിനകത്തൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് നമുക്ക് ഡേറ്റ കളക്ഷൻ നടക്കും. പക്ഷെ അതേ സമയത്ത് പരിശീലനമില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാനൊക്കത്തില്ല. അത് ഞാൻ ഈ പറയുന്ന നിലവാരത്തിലുള്ള ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും നമുക്ക് പരസ്പരം കുറ്റം പറയുകയും കള്ളന്മാരായിട്ട് പെരുമാറുന്നതും തലയിൽ മുണ്ടുവിട്ട് കളിച്ചാപ്പി കയറുന്ന പോലെ പെരുമാറുകയും ചെയ്യുന്നവരായിട്ട് മാറുന്നു എന്നുള്ള അല്ലാതെ വേറെ ഒന്നും. അതുകൊണ്ട് ഒരു നവീകരണം എന്നുള്ള നിലവാരത്തിൽ ആളുകൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ പരിശീലനം കൊടുക്കുന്ന ക്ലാസ് റൂമിനകത്തെ ക്യാപ്റ്റീവ് ഓഡിയൻസിന് ഇത് പഠിപ്പിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കത്തില്ല. അല്ല, അതിന് പറ്റിയ ആൾക്കാർ നമുക്ക് ഇപ്പം നാട്ടിലില്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വിളിപ്പിച്ചിട്ട് അവരെ പരിശീലനം കൊടുക്കാൻ ഈ അറിവെല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തും ട്രാഫിക് പഠിപ്പിക്കുന്നവർ ഇത് പഠിക്കും. ഞാനീ പറയുന്ന അറിവില്ലായ്മയല്ല, പരിശീലനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. പരിശീലനം ക്ലാസ് റൂമിൽ കൊടുക്കണമുണ്ട്, കുട്ടിക്കാലത്ത് ചെയ്യേണ്ടതുണ്ട്. വേറെ ആർക്കും അത് വേറെ ഒരു സ്ഥലത്തും അത് ചെയ്തിട്ട് കാര്യമില്ല. നിയമം കൊണ്ട് നമുക്ക് പറ്റുന്നതെന്ന് പറയുന്നത് ഒരു 15% പേര് തെറ്റിക്കുമ്പോൾ മാത്രമേ നിയമം അനുസരിക്കുന്ന സമൂഹമാകൂ. 80% ആൾക്കാരും ചെയ്തേ പറ്റൂ, സ്വയം ചെയ്യണം. ആ ചെയ്യുന്ന ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാതെ CCTV ക്യാമറ വെച്ചിട്ടും ഈ നിയമം കൊണ്ട് എന്താണ് ശിക്ഷ കൊണ്ടും മറികടക്കാൻ ഇത് പറ്റില്ല. ഇത്രയാണ് ഇതിന് വളരെ സ്വാഭാവികമായി സാധാരണക്കാരായ ജനങ്ങളാണ് റോഡ് ക്രോസ് ചെയ്ത് വിടുന്നതെന്ന് അറിയണം. അവരാരെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് അവരറിഞ്ഞിട്ടില്ല. അവർക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്ന് മാത്രമേ അറിയാവൂ. അത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനകത്തൂടെ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണമെന്ന് അത് ഞാൻ എപ്പോഴും കാണുന്നതാണ്. ഈ എന്താണ് ഡ്രൈവർമാരുടെ പുറകെ കൂടി ഇരുന്നിട്ട് നമ്മൾ റോഡിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും ടാക്സി ഡ്രൈവറാന്ന് പറയും, ഈ ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഓട്ടോറിക്ഷ ആയിരിക്കുവാണെങ്കിൽ പറയും സാറേ ഈ മോട്ടോർ സൈക്കിൾ കാര്യം ഒന്ന് ഒഴിവാക്കി തന്നാൽ വണ്ടി ഓടിക്കാം.
ഇങ്ങനെ എല്ലാവർക്കും അറിയാം ആരാണ് തെറ്റുകാരെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ പറയടോ എനിക്കൊരു ഇച്ചിരി മരുന്ന് വേണം. ഒറ്റ ചവിട്ടാണ്. ഇവിടെ വണ്ടിയുണ്ട്, ഇവിടെ ദേണ്ട മരുന്ന് ഷോപ്പ്. റോഡിന് നടുവിലോട്ട് വണ്ടി നിർത്തിയിട്ട് ഒറ്റ ഓട്ടമാണ് ഈ മറുവശത്ത്. അവിടെ പോയി മരുന്ന് മേടിച്ചിട്ട് വേഗം ഇങ്ങനെ എത്തിയിരിക്കും. അല്ല അവിടെ ഒരു അപ്പൊ ഈ ഡ്രൈവർ ഈ അതുവരെ കുറ്റം പറഞ്ഞ മുഴുവൻ ആൾക്കാർ എല്ലാവരും സകല തെറ്റും അയാൾ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കും, താനല്ലേ നേരത്തെ പറഞ്ഞത് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യരുത്. അത് സാറേ അത് വേഗം ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഇങ്ങനെ മാത്രമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇത് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ സ്വയം അത് ചെയ്യുക എന്ന് പറയുന്നത് എടുത്ത് ഇത് പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് ഞാൻ ഈ പറയുന്ന പോയിന്റ്. അല്ല, ഇതിനകത്തൊരു ഡിസൈൻ ഇഷ്യൂ കൂടി ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ കടകളെല്ലാം റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് തുറന്നു വെക്കുന്ന രീതിയിലാണ്. പുറത്ത് പലയിടത്തും ഇപ്പം ടൗണുകൾക്കകത്ത് നടക്കും, പക്ഷേ നമ്മൾ കുറച്ച് ഔട്ടർ ടൗണിലേക്ക് പോയി വണ്ടികൾ വേഗത്തിലോടുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതവർ സമ്മതിക്കില്ല. സൈഡിലേക്ക് തുറക്കണം. ഇപ്പോൾ സ്കൂളുകളുടെ ഗേറ്റ് നേരെ റോഡിലേക്ക്, അത് പകരം നമുക്ക് സബ് റോഡ് ഉണ്ടെങ്കിൽ സബ് റോഡിലേക്ക് തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടൈമും കുറച്ച് അസസ്മെൻറ്റിന് ടൈം കിട്ടും. അങ്ങനെ ഒരു ഡിസൈൻ ഇഷ്യൂസും കൂടെ ഉണ്ട്. ഞാൻ പറയായിരുന്നു ഡിസൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പരിശീലനത്തിന്റെ പ്രോബ്ലം അല്ല, അത് ഡിസൈൻ ഇഷ്യൂ. അത് അങ്ങനെ തന്നെ അല്ല, എനിക്ക് സംശയമൊന്നുമില്ല. അത് ഈ വീടുകളിനകത്ത് പുറവശത്ത് സ്ത്രീകൾക്ക് അടുക്കള ഉണ്ടാക്കുന്ന അതേ ന്യായമേ ഉള്ളൂ. തുല്യരായ മനുഷ്യരാകണം. പക്ഷെ അടുക്കള മുന്നേ വരാൻ പറ്റത്തില്ല, അടുക്കള പഴയത് തന്നെ. അതുപോലെ ലൈറ്റ് തന്നെ ഹെഡ്ലൈറ്റ് ബീമാക്കണമെങ്കിൽ നമുക്ക് ആളെ ഇടിക്കും. ഒരു സംശയമില്ല. ഇത് പറയുമ്പോഴും എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാധനമാണ് ഈ ആൾക്ക് ഇതുപോലുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്. രാത്രി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുണ്ടോ? പിന്നെ എങ്ങനെ പഠിക്കുന്നത്? രാത്രി ഡ്രൈവിംഗ് അത് ടെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും അതുമില്ല. ഇങ്ങനൊരു സംഭവമില്ല. നമ്മൾ ഇവിടെ ഡ്രൈവിംഗ് അറിയാന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ്, അല്ലെങ്കിൽ എന്താണ് ഹാൻഡിൽ നോക്കാതെ ഗിയർ മാറണം. അതെ, ഹാൻഡിൽ ബാലൻസ്, സ്റ്റിയറിംഗ് ബാലൻസ്, വണ്ടി ഓടിക്കാൻ പഠിച്ചു. അല്ലാതെ ഈ ബാക്കി ഒരു സാധനമില്ല. പണ്ടാണെങ്കിൽ കൈ പുറത്തോട്ട് ഇടുന്നതിനെ പറ്റി ചോദിക്കും. ഇപ്പൊ ആരും കൈ പുറത്തോട്ട് ഇടുന്നില്ല, അതിനെപ്പറ്റി ചർച്ചയില്ല. ഇൻഡിക്കേറ്റർ മതി. അപ്പൊ ഈ ലെവലിൽ ഈ മേഖലകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസപരമായ ഒരു സമീപനം ഇതിനകത്ത് വരാതെ ഈ വിഷയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.